തുറക്കാനായല്ലേ, ഇനി നമുക്ക് രാവിലെ തന്നെ ചോറും കറിയും എല്ലാം ആക്കണം. അതുപോലെ ജോലിക്ക് പോകുന്നവർക്ക് എല്ലാ ദിവസവും ഇതുപോലെ ചെയ്യണം. അപ്പൊ നമ്മൾ ഗ്യാസ് അടുപ്പാണെങ്കിൽ 3 അടുപ്പ് അല്ലെങ്കിൽ 2 അടുപ്പൊക്കെ ഉള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഈ ചോറ് ഒരു ഭാഗത്ത് ഇങ്ങനെ വേഗം വെക്കുക എന്നുള്ളത് അല്ലെ. അപ്പൊ രാത്രി നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ വെറും 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചോറ് വെന്ത് കിട്ടും കേട്ടോ. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ സ്കൂൾ തുറക്കാൻ പോകുമ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വാട്ടർ ബോട്ടിലുകൾ നമ്മൾ മാറ്റാറില്ല അല്ലേ. ചീത്തായാൽ നമ്മൾ മാറ്റും, അല്ലെങ്കിൽ പഴയത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇതെങ്ങനെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് ഇരിക്കുമ്പോൾ നമുക്ക് ഒരു ബാഡ് സ്മെല്ലും ഒരു ക്ലാവ് പോലെയൊക്കെ പിടിക്കും അല്ലെ. അപ്പൊ അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണ് ഏറ്റവും ബെറ്റർ. പൊടിയുപ്പാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കല്ലുപ്പാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റ് കേട്ടോ. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ആ അടിഭാഗം നല്ലതുപോലെ ഒന്ന് നല്ല ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും കറകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതിലെ അടിഭാഗത്ത് ക്ലാവ് എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ തന്നെ വരാനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് സഹായിക്കും. അതിനുശേഷം നമ്മൾ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളുടെ വാട്ടർ ബോട്ടിൽ മൊത്തം ഫുള്ള് നിറച്ചാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഫുള്ള് ക്ലീൻ ആയി കിട്ടും. പിന്നെ നമ്മൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഈ ഒരു സ്ട്രോയും കൂടി അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. എന്നിട്ട് അതിനുശേഷം നമ്മൾ 10 മിനിറ്റ് വെച്ചതിന് ശേഷം സാധാരണ കഴുകി എടുക്കുന്നത് പോലെ തന്നെ കഴുകിയെടുത്താൽ മതി. നല്ല ഫ്രഷ് ആയിട്ട് പുത്തനായിട്ടുള്ള വാട്ടർ ബോട്ടിൽ കിട്ടും. അടുത്തായിട്ട് മട്ടനും ബീഫൊക്കെ വേവിക്കുമ്പം നമുക്ക് പെട്ടെന്ന് ഒരു 5 വിസിൽ അടിക്കേണ്ട സ്ഥലത്ത് 2 വിസിലോട് കൂടി തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടാൻ. ചില ബീഫും മട്ടനൊക്കെ വെന്ത് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ട് വരും, മൂത്ത ഇറച്ചിയൊക്കെ ആണെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ സാധിക്കും ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ. 2-3 ടിപ്പുകൾ ഉണ്ട്. അതിൽ ഒരു ടിപ്പാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ബീഫാണ്. അപ്പൊ നമ്മൾ പപ്പായ പച്ച പപ്പായ എടുക്കുക. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ഒരു ടേബിൾ സ്പൂൺ അരച്ചത് ചേർക്കാം കേട്ടോ. അരച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് അത് അങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ ഇതുപോലെ ഒരു കഷ്ണം ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നമ്മളത് വെന്ത് കഴിയുമ്പോൾ എടുത്ത് മാറ്റിയാൽ മതി. പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ അടപ്പിലൊക്കെ പണ്ട് കാലങ്ങളിൽ വെക്കുമ്പോൾ ഇതുപോലെ ചെയ്തിട്ടാണ് ഇറച്ചി പെട്ടെന്ന് വേവിച്ചെടുത്തിരുന്നത്. ഇതുപോലെ പല ടിപ്പുകളും ഉണ്ട്. അതിൽ ഒരു ടിപ്പാണ് ഇത്. അടുത്തായിട്ട് രാവിലെ തന്നെ നമ്മൾ ചോറ് വേവിക്കുക. ഇപ്പൊ റൈസ് കുക്കർ ഉള്ളവർക്ക് കുഴപ്പമില്ല, അത് ഇറക്കി വെച്ചാൽ മതി. റൈസ് കുക്കർ ഇല്ലാത്തവർക്ക് കുക്കറിൽ ചോറ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ഒന്ന് രാത്രി നിങ്ങൾ ചെയ്ത് വെക്കുക കേട്ടോ. ഏത് അരിയാണെങ്കിലും, മട്ട അരി ആണെങ്കിലും സുരേഖ അരി ആണെങ്കിലും ഏത് അരിയാണെങ്കിലും നിങ്ങൾ എടുക്കുക. നമ്മൾ അരി കഴുകുമ്പോൾ കുറച്ച് ഉപ്പിട്ട് നല്ലതുപോലെ കഴുകിയെടുത്താൽ അതിന്റെ വിഷാംശം, ഇപ്പൊ പല വിധത്തിലുള്ള വിഷം അടിച്ചിട്ടാണ് നമുക്ക് അരിയാണെങ്കിൽ എന്താണെങ്കിലും കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഇതുപോലെ ഉപ്പിട്ടിട്ട് നല്ലതുപോലെ കഴുകിയാല്, അല്ലെങ്കിൽ നേരിയ ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്താലും വളരെ നല്ലതാണ് കേട്ടോ. അരി ഒരു 3-4 പ്രാവശ്യം നമ്മൾ ഇത് നല്ല പോലെ തന്നെ കഴുകിയെടുക്കുക. ജോലിക്കാർക്കാണെങ്കിലും രാവിലെ തന്നെ ഗ്യാസ് അടപ്പ് മൊത്തം നിറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഈ ചോറ് വേവിച്ചെടുക്കുക എന്ന് പറയുന്നത് ടാസ്ക്കാണ് ഭയങ്കര. അപ്പൊ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് കാസ്ട്രോൾ ആണ് കേട്ടോ. കാസ്ട്രോളിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിന്റെ ഡബിൾ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല തിളച്ച വെള്ളം. കെറ്റിലിൽ ചൂടാക്കി എടുത്താലും മതി, ഗ്യാസ് അടുപ്പിൽ ചൂടാക്കണം എന്നൊന്നുമില്ല കേട്ടോ. രാത്രി കിടക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തു വെക്കുക. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മൾ അരി ഏകദേശം നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. നല്ല ചൂടായിട്ട് തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ചൂടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കാസ്ട്രോളില്. ഞാൻ ഈ ഒരു കാസ്ട്രോള് വർഷങ്ങളായി ഉപയോഗിക്കുന്നത് നല്ല ഒരു കാസ്ട്രോളാണ് കേട്ടോ. പല കാസ്ട്രോൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഇത്രയും നല്ലതായിട്ട് എനിക്ക് വേറെ തോന്നിയിട്ടില്ല. അപ്പൊ നമ്മൾ സാധാരണ ചോറ് വേവിക്കാൻ ഇടുന്ന കലത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് തിളച്ചു വരും. നല്ല ചൂടുള്ള വെള്ളം തന്നെയാണ്, കണ്ടില്ലേ. അപ്പം നമുക്ക് ഇനി ഒരു 5 മിനിറ്റും കൂടി വെച്ചാൽ മതി. 5 മിനിറ്റ് തിളപ്പിക്കുക. അതിന് ശേഷം നമ്മൾ ഒരു കലത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. ആ വെള്ളം ഇതിന്റെ മേളിലേക്ക് വെച്ചു കൊടുക്കുക തിളച്ചതിന് ശേഷം. അപ്പൊ എന്താന്ന് വെച്ചാല് ആ ഒരു പ്രഷറിൽ ചോറ് പെട്ടെന്ന്, എന്നിട്ട് നേരിയ തീയിലിടുക. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരിയ തീയിലിടുമ്പോഴത്തേക്കും നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ.
വെറും 10 മിനിറ്റ് മതി. ഈ ഒരു ചൂടായ വെള്ളം നമുക്ക് കറികൾക്ക് ഉപയോഗിക്കാം. നമ്മളിപ്പോൾ കടലക്കറി എന്ത് വെക്കണമെങ്കിലും ഈ ഒരു ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ലാഭിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് കുടിക്കാനായിട്ട് തിളപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ കണ്ടില്ലേ, 10 മിനിറ്റ് എടുത്തിട്ടുള്ളൂ നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ല വിട്ട് കിടക്കുന്ന യാതൊരു കുഴപ്പമില്ല. നമ്മൾ എപ്പോഴും എങ്ങനെയാണോ വെക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ചോറ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇതൊരു മസ്റ്റായിട്ടും ചെയ്തു നോക്കേണ്ട നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമ്മളുടെ നെയ്ച്ചോറ് വെക്കുമ്പോൾ വിട്ട് കിടക്കുന്നില്ല എന്നുള്ളൊരു പരാതി എല്ലാവർക്കും ഉണ്ടാവും. കുഴഞ്ഞു പോകുന്നു, ചില അരികൾ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കും അല്ലെ. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നല്ല കിടിലനായിട്ടുള്ളൊരു സൂത്രം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതുപോലെ തന്നെ വെള്ളം കൂടി പോയാലും നമുക്ക് ഈ ഒരു നെയ്ച്ചോറിൽ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ചോറ് 1/4 വേവായി കഴിയുമ്പോൾ നമുക്ക് 2 ഐസ് ക്യൂബ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ എന്താണ് ചോറ് വെന്ത് വരുമ്പോഴത്തേക്കും സ്റ്റിക്കി ആവില്ല, വിട്ട് കിടക്കും. ഇപ്പം വെള്ളം കുറഞ്ഞു പോയെങ്കിൽ അത് വെന്ത് പോകാനും ഒക്കെ വെന്ത് കിട്ടാനും ഒക്കെ സഹായിക്കും. ഈ ഒരു ഐസ് ക്യൂബ് ഇടുമ്പം നെയ്ച്ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. നല്ല വിട്ട് കിടക്കുന്ന നല്ല കിടിലനായിട്ടുള്ള നെയ്ച്ചോറ് കിട്ടും കേട്ടോ. അടുത്തായിട്ട് നമ്മളുടെ വെറുംചോറ്, നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്ന ചോറിലും നമ്മൾ വെന്ത് പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരു 5-6 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വടിക്കുക. സാധാരണ വടിച്ചെടുക്കുന്നത് പോലെ തന്നെ വടിച്ചെടുക്കുക കേട്ടോ. വെന്ത് പോയി എന്ന് തോന്നുന്ന ആ സമയത്ത് തന്നെ 2-3 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. 5-6 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നോക്കിക്കുക, നല്ല വിട്ട് കിടക്കുന്ന വേവൊന്നും അധികം ആകാതെ ഐസ് ക്യൂബ്സ് ഇടുമ്പോൾ നിങ്ങൾ വിചാരിക്കും വെള്ളം കുടിക്കോ, ഇങ്ങനെ വെള്ളം ഇതാവോ, ഒന്നുമില്ല. നല്ല വിട്ട് കിടക്കുന്ന നല്ല കിടിലൻ ചോറ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നെയ്ച്ചോറിൽ നിങ്ങൾക്ക് ഇതിൽ ഇങ്ങനെ ചെയ്യാം, വെറും ചോറിൽ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അടുത്തായിട്ട് നമ്മൾ ഇതുപോലെ ഷേക്ക് ചെയ്യുന്ന ബോട്ടിൽസ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഇനിയിപ്പോ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മൾ ഉപയോഗിക്കാതെ മാറ്റിയെടുത്ത് വെക്കും. ചൂടുകാലത്താണ് നമ്മൾ കൂടുതൽ ഷേക്ക് അടിച്ചടിച്ച് കുടിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ നമുക്ക് സൂക്ഷിച്ചെടുത്ത് വെക്കാം. ഇനി നമ്മൾ എടുക്കുമ്പോൾ അതിനൊരു ബാഡ് സ്മെല്ലോ ഒന്നും ഇല്ലാതിരിക്കാൻ ഇതുപോലെ കഴുകി നല്ലതുപോലെ തുടച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ടീ ബാഗ് ഉള്ളത് കൊണ്ട് മാത്രം, ഒട്ടും വെള്ളം പാടില്ല, നല്ലതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് എടുക്കണം. ടീ ബാഗ് ഉള്ളതുകൊണ്ട് ടീ ബാഗ് ഇടുന്ന, അല്ലെങ്കിൽ ഒരു ടിഷ്യൂല് കുറച്ച് നമ്മളുടെ തേയില പൊതിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ എപ്പോൾ എടുത്ത് ഉപയോഗിച്ചാലും ഒരു ബാഡ് സ്മെല്ലോ ഒരു പഴയതിൻ്റെ ഒരു മണമോ ഒന്നും ഉണ്ടാവില്ല. എല്ലാവരും മസ്റ്റായിട്ട് എല്ലാ ടിപ്സും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.